തൃശൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയുടെ എഞ്ചിനും ബോഗിയും വേർപെട്ടു. രാവിലെ 10 മണിയോടെയാണ് 15-ാം പാലത്തിന് സമീപം അപകടം സംഭവിച്ചത്. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസിൻ്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഈ റെയിൽവേയിൽ നിന്നുള്ള അനാസ്ഥ രാജ്യവ്യാപകമായി തന്നെ എത്തുകയാണ്. ഒരു മലയാളി കഴിഞ്ഞ ദിവസം മരിക്കുന്ന സാഹചര്യമുണ്ടായി കേരളത്തിന് പുറത്ത്. ഇപ്പോഴിതാ ഒന്നുകൂടി. എന്തായിരുന്നു ഈ അപകടത്തിന് കാരണം? ഈ രാവിലെ 10 മണിയോടെ എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് തീവണ്ടിയുടെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. പ്രധാനമായും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം കാലപ്പഴക്കം ചെന്ന ബോഗികളും റെയിൽവേ സാങ്കേതിക വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള സാങ്കേതിക വിഭാഗത്തിന്റെ ഉത്തരവാദിത്വക്കുറവും ഇതിന് കാരണമാകുന്നതായി വലിയ ആരോപണമുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂരിൽ തന്നെ ഒരു കീമാൻ മരിക്കാനിടയായ സംഭവം ഉണ്ടായിരുന്നു. സുരക്ഷാ ഉപകരണങ്ങൾ നൽകാത്തതാണ് ഇതിന് കാരണമെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇന്ന് രാവിലത്തെ സംഭവം 10 മണിയോടുകൂടി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് 1.5 കിലോമീറ്റർ മുൻപാണ്, 15-ാം പാലത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന് സമീപമായതുകൊണ്ട് വേഗത കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വേർപെടുമ്പോൾ അപകടം സംഭവിക്കാതെ പോയത്. അല്ലെങ്കിൽ ഇനേർഷ്യ കൊണ്ട് വലിയ അപകടം, വലിയ ദുരന്തം ഉണ്ടായേനെ. തിയോഫിൻ, തീർച്ചയായും ജിംഷാദ്, മറ്റെവിടെയെങ്കിലുമാണ് അതെങ്കിൽ ഒരു തിരക്കേറിയ വേഗതയിൽ തീവണ്ടി പോകുന്ന ഏതെങ്കിലും ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു. തീവണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് 1.5 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ള സ്ഥലത്തെത്തുമ്പോൾ നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കും തോറും വേഗത കുറച്ചു വരുന്നൊരു രീതിയാണ്. അപ്പോൾ ബ്രേക്കിംഗ് സംവിധാനം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വേഗത കുറവായതുകൊണ്ടാണ് എഞ്ചിൻ വേർപെട്ടപ്പോൾ ഇവിടെ ഒരു അപകടം ഒഴിവായത്. എന്തായാലും വലിയ ആശ്വാസമാണ്, വലിയൊരു അപകടം ഒഴിവായതുകൊണ്ട് തന്നെ 1 മണിക്കൂറോളം സമയത്തിന് ശേഷം പരിശ്രമിച്ചാണ് ഈ വേർപെട്ട ബോഗിയും എഞ്ചിനും തമ്മിൽ കൂട്ടിച്ചേർത്ത് പിന്നീട് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിയെ പിടിച്ചിട്ടിരുന്നു. കൂടുതൽ പരിശോധനകൾ കൂടി നടത്തി മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് റെയിൽവേ സാങ്കേതിക വിഭാഗത്തിന്റെ പരിശോധന കൂടി പൂർത്തിയായ ശേഷമാണ് ട്രെയിൻ പുറപ്പെടൂ എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്നുമുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. റെയിൽവേയുടെ ഒരു അനാസ്ഥ കൂടി പുറത്തെത്തുന്നു. വള്ളത്തോൾ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരിക്കവേ ബോഗിയും എഞ്ചിനും വേർപെട്ടു എന്നതാണ്. വലിയ ദുരന്തം ഒഴിവായത്. വേഗത കുറവായിരുന്നു, സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് എന്നുകൂടിയാണ് തിയോഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ദൃശ്യങ്ങൾക്കൊപ്പം തിയോഫിൻ നൽകി.